യുദ്ധങ്ങളും സംഘർഷങ്ങളും ലോകത്തെ അശാന്തിയിലാഴ്ത്തുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി 3 സുപ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ലിയോ 14 പാപ്പ. മാർച്ച് 7 ചിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള അന്താരാഷ്ട്ര യോഗത്തിൽ പങ്കെടുത്തവർക്കയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. സമാധാനം എന്നത് കേവലം ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ നിന്ന് തുടങ്ങേണ്ട ഒരു യാത്രയാണെന്ന് പാപ്പ വ്യക്തമാക്കി. ശാരീരികമായ ആയുധങ്ങളെക്കാൾ മാരകമാണ് വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതും വെറുപ്പ് പടർത്തുന്നതുമായ വാക്കുകൾ ഒഴിവാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാധ്യമങ്ങളിലും സമാധാനത്തിന്റെ ഭാഷ വളർത്തിയെടുക്കണമെന്ന് പാപ്പ നിർദ്ദേശിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകളോ വിശ്വാസങ്ങളോ വ്യത്യസ്തമാണെങ്കിലും ഓരോ മനുഷ്യനും അന്തസ്സുണ്ടെന്ന് തിരിച്ചറിയുക എന്നതാണ് സമാധാനത്തിലേക്കുള്ള രണ്ടാമത്തേത്. മറ്റൊരാളെ ശത്രുവായി കാണുന്നതിന് പകരം അവരിലെ മനുഷ്യത്വത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ദേശീയതയുടെയോ മതത്തിന്റെയോ പേരിൽ അപരനെ മാറ്റി നിർത്തുന്ന രീതിക്ക് അറുതി വരുത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. യുദ്ധങ്ങൾ ആദ്യം തുടങ്ങുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. അതിനാൽ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും നീക്കം ചെയ്ത് അവിടെ സ്നേഹവും കരുണയും നിറയ്ക്കണം. ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിച്ചുകൊണ്ട് പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും തയ്യാറായാൽ മാത്രമേ ലോകത്ത് ശാശ്വതമായ സമാധാനം നിലനിൽക്കുകയുള്ളൂവെന്നും പാപ്പ പറഞ്ഞു. അന്താരാഷ്ട്ര നേതാക്കളും മതമേലധ്യക്ഷന്മാരും സമാധാനത്തിനായി കൈകോർക്കണമെന്നും യുദ്ധത്തിന്റെ യുക്തിക്ക് പകരം സംഭാഷണത്തിന്റെ വഴി തെരഞ്ഞെടുക്കണമെന്നും പാപ്പ സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു.